തൊമ്മൻകുത്തിലെ മനുഷ്യരെ കുത്തിവീഴ്ത്തരുത് എന്ന തലക്കെട്ടോടെ സീറോ മലബാർ സഭ PRO ഫാദർ ഡോക്ടർ ടോം ഒലിക്കരോട്ട് പങ്കുവച്ച വാക്കുകൾ ശ്രദ്ധ നേടുന്നു. ഭാരതത്തിലെ മറ്റൊരു സംസ്ഥാനത്തും കാണാത്തവിധം ജനവിരുദ്ധരായി മാറിയ വനം വകുപ്പിനെക്കുറിച്ചും അതിന്റെ ദുർഭരണത്തെക്കുറിച്ചുമുള്ള കടുത്ത ആശങ്കയിലാണ് ഈ കുറിപ്പെഴുതുന്നത്. കഴിഞ്ഞ ഏപ്രിൽ 12-ന് തൊമ്മൻകുത്തിലെ നാരങ്ങാനത്ത് സ്വകാര്യ ഭൂമിയിൽ സ്ഥാപിച്ച കുരിശ് തകർത്തുകൊണ്ട് ആരംഭിച്ചതാണ് റവന്യൂ ഭൂമിയിൽ അതിക്രമിച്ചു കയറിയുള്ള വനം വകുപ്പിന്റെ ബുൾഡോസർ രാജ്. തകർക്കപ്പെട്ട കുരിശ് സ്ഥാപിച്ചിരുന്നത് വനഭൂമിയുടെ അതിര് നിർണയിച്ചിരിക്കുന്ന ജണ്ടയ്ക്ക് പുറത്താണ് ഉള്ളതെന്ന തൊടുപുഴ തഹസിൽദാറുടെ റിപ്പോർട്ട് ലഭിച്ചതിന് ശേഷവും കർഷക പീഡനം തുടരുന്നത് കാണുമ്പോൾ കേരളത്തിൽ ജനാധിപത്യം മരിച്ചു എന്നും ഇച്ഛാശക്തിയുള്ള രാഷ്ട്രീയ നേതൃത്വം വനവാസത്തിന് പോയോ അല്ലെങ്കിൽ കുരിശും ക്രിസ്ത്യാനികളുമാണോ ഇവരുടെ പ്രശ്നമെന്നോ സംശയിക്കേണ്ടി വരും. സ്വന്തം കൈവശ ഭൂമിയിൽ താമസിക്കുന്ന എല്ലാ റവന്യൂ അവകാശങ്ങളുമുള്ള മനുഷ്യരോടാണ് റേഞ്ച് ഓഫീസറുടെ മുൻപിൽ 15 ദിവസത്തിനകം ഹാജരാകണമെന്ന വിചിത്രമായ ഉത്തരവുമായി വനപാലകർ വീടാന്തരം കയറിയിറങ്ങി പീഡനം തുടരുന്നത്. കാട്ടിൽ നിയന്ത്രിച്ചു നിർത്തേണ്ട കാട്ടുനീതി നാട്ടിൻ പുറത്തെടുക്കുന്നത് നിശബ്ദമായി നോക്കി നിൽക്കാനാവില്ല. സ്വകാര്യ ഭൂമിയിൽ സ്ഥാപിച്ചിരുന്ന കുരിശ് തകർത്തത് തന്നെ തികഞ്ഞ അന്യായമാണെന്നിരിക്കെ അത് സ്ഥാപിച്ചതുമായി ബന്ധമുള്ള ആളുകളെയാണിപ്പോൾ വനം വകുപ്പിലെ ഉദ്യോഗസ്ഥർ പീഡിപ്പിക്കാൻ ശ്രമിക്കുന്നത്. വനം വകുപ്പിന്റെ അതിക്രമങ്ങൾ പരിധി കടന്നിട്ടും വാ തുറക്കാത്ത വനം വകുപ്പ് മന്ത്രിയുടെ നിഷ്ക്രിയത്വം അടിയന്തരമായി അവസാനിപ്പിക്കണം. CPMന്റെ പോഷക സംഘടനയായ ഓൾ ഇന്ത്യ കിസാൻ സഭയുടെ കർഷക മുന്നേറ്റ ജാഥയും വനം വകുപ്പിന്റെ ആസ്ഥാന മന്ദിരം ഉപരോധിക്കലും നടക്കുന്നതിനിടയിലാണ് ഈ അതിക്രമമത്രയും വനം വകുപ്പ് നടത്തുന്നത് എന്നറിയുമ്പോഴാണ് രാഷ്ട്രീയ നാടകങ്ങളുടെ കപടമുഖം ജനങ്ങൾ തിരിച്ചറിയുന്നത്. കാർബൺ ക്രെഡിറ്റ് ഫണ്ട് നേടാനുള്ള രാഷ്ട്രീയ നാടകത്തിന്റെ ഭാഗമാണോ വനവകുപ്പിന്റെ കാട്ടാളത്തം എന്നാണ് പൊതുസമൂഹത്തിന് അറിയേണ്ടത്. കഴിഞ്ഞ ഏതാനും ആഴ്ചകൾക്കുള്ളിൽ കടുവ കടിച്ചും ആന ചവിട്ടിയും കാട്ടുപന്നി ആക്രമിച്ചും പൊലിഞ്ഞ മനുഷ്യജീവന്റെ എണ്ണം വനംവകുപ്പിനറിയാമോ? തങ്ങളുടെ ഉത്തരവാദിത്തം നിർവഹിക്കാതെ സ്വന്തമായി താമസിക്കുകയും കൃഷി ചെയ്ത് ജീവിക്കുകയും ചെയ്യുന്നവരുടെ മേൽ ഉദ്യോഗസ്ഥരാജ് നടപ്പാക്കാൻ മാത്രം ശ്രദ്ധിക്കുകയും വന്യമൃഗങ്ങളെ കാടിറങ്ങാതെ നിയന്ത്രിക്കുന്നതിൽ അമ്പയെ പരാജയപ്പെടുകയും ചെയ്ത വനപാലകരെ കൃത്യവിലോപത്തിനും കൊലക്കുറ്റത്തിനും കേസെടുത്ത് ശിക്ഷിക്കുകയാണ് ജനാധിപത്യ സർക്കാർ ചെയ്യേണ്ടത്. തൊമ്മൻകുത്തിലെ നിസ്സഹായരായ മനുഷ്യർക്കൊപ്പം കേരളത്തിന്റെ പൊതുമനസാക്ഷി നിലകൊള്ളേണ്ട സമയമാണിത്. ജനാധിപത്യ അവകാശങ്ങൾ കവർന്നെടുക്കുന്ന ഭരണകൂട ഭീകരതയ്ക്കെതിരെ ഒരു ജനകീയ മുന്നേറ്റത്തിനുള്ള സമയമായി. എല്ലാവിധ റവന്യൂ അവകാശങ്ങളും അടക്കമുള്ള മനുഷ്യരുടെ വീടുകളിൽ കടന്നുകയറി ചോദ്യം ചെയ്യലിന് ഹാജരാകാൻ നോട്ടീസ് നൽകാൻ മുതിരുന്ന വനംവകുപ്പിന്റെ കാട്ടുനീതി കാട്ടിൽ തന്നെ നിയന്ത്രിച്ചു നിർത്താൻ പൊതുസമൂഹത്തിന്റെ പിന്തുണ തൊമ്മൻകുത്തിലെ മനുഷ്യർക്ക് നൽകുന്നതിൽ ഇനിയും വൈകരുത്. സ്വന്തം വീട്ടിലും കൃഷിയിടത്തിലും കാട്ടുമൃഗങ്ങളെ മാത്രമല്ല ഉദ്യോഗസ്ഥരുടെ കടന്നുകയറ്റത്തെ കൂടി ഭയന്ന് ജീവിക്കേണ്ടി വരുന്നത് ഭരണകൂട ഭീകരതയാണെന്ന് തിരിച്ചറിയാനും അപഹരിക്കപ്പെടുന്ന സാധാരണക്കാരുടെ പൗരാവകാശങ്ങളെക്കുറിച്ചും പ്രതികരിക്കാൻ ഇനിയും വൈകരുത് എന്നും ഫാദർ ഡോക്ടർ ടോം ഒലിക്കരോട്ട് കൂട്ടിച്ചേർത്തു.